എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിജയം സൃഷ്ടിക്കുന്ന അതേ മനസ്സാണ് ദുഃഖവും സൃഷ്ടിക്കുന്നത്. ശാസ്ത്ര രഹസ്യങ്ങൾ കണ്ടെത്തുന്ന അതേ മനസ്സാണ് ജീവിതത്തിൽ ആശങ്കയും സൃഷ്ടിക്കുന്നത്. സന്തോഷം തേടുന്ന അതേ മനസ്സ് തന്നെയാണ് അശാന്തമായി മാറുന്നത്. അതുകൊണ്ട് ഇന്നത്തെ യഥാർത്ഥ ചോദ്യം ഈ ലോകം എന്താണ് എന്നതല്ല, മറിച്ച് ഈ ലോകത്തെ നാം അനുഭവിക്കുന്ന മനസ്സ് എന്താണ് എന്നതാണ്. വേദാന്തം വളരെ വ്യക്തവും ശക്തവുമായി പ്രഖ്യാപിക്കുന്നു, മനസ്സിനെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ബന്ധനവും മോക്ഷവും മനസ്സിലാവും. അതിനാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ കുറിച്ചാണ്. വേദാന്ത പ്രകാരം മനസ്സ് എന്താണ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് വേദാന്തത്തിൽ മനസ്സിന് എന്തുകൊണ്ട് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്ന് നോക്കാം. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നവും ഏറ്റവും വലിയ പരിഹാരവും രണ്ടും നമ്മുടെ മനസ്സിലാണ് അനുഭവപ്പെടുന്നത്. അമൃതബിന്ദു എന്ന ഉപനിഷത്തിൽ ഒരൊറ്റ വാക്യത്തിൽ മനസ്സിന്റെ പ്രാധാന്യം വേദാന്തം വ്യക്തമായി പറയുന്നു. ആ ഉപനിഷത്ത് വാക്യം ഇതാണ്: മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ ബന്ധായ വിഷയ സംഘോ മുക്തൈ നിർവിഷയം മനഃ. വേദാന്തം പറയുന്നത് ഒരു മനുഷ്യന്റെ ബന്ധനത്തിനും മോക്ഷത്തിനും ഒരേ ഒരു കാരണമേ ഉള്ളൂ, അതാണ് മനസ്സ്. മന ഏവ എന്ന് ഇവിടെ ഊന്നി പറയുന്നു. ബാഹ്യ വിഷയങ്ങളിൽ ആസക്തിയുള്ള ഒരു മനസ്സ് നമ്മളെ ബന്ധനത്തിലേക്കും ദുഃഖത്തിലേക്കും നയിക്കുന്നു. എന്നാൽ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് മാറി ആന്തരിക വിഷയങ്ങളിൽ താല്പര്യമുള്ള ഒരു മനസ്സ്, ഉള്ളിലേക്ക് തിരിയുന്ന ഒരു മനസ്സ് നമ്മളെ മോക്ഷത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുന്നു. വേദാന്തം ഈ ലോകത്തെ കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങളുടെ വിധിയാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നില്ല, മറിച്ച് മനസ്സിനെ ചൂണ്ടിക്കാണിക്കുന്നു. ലോകം ഒരുപോലെ ആയിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സ് വ്യത്യസ്തമാണെങ്കിൽ അനുഭവവും വ്യത്യസ്തമായിരിക്കും. രണ്ടാളുകൾ ഒരേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു, എന്നാൽ അതിൽ ഒരാൾ വിഷമിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു, എന്നാൽ മറ്റേ ആൾ ശാന്തനായി തുടരുന്നു. ഇവിടെ വ്യത്യാസം എന്താണ്? മനസ്സ്. അതിനാൽ മനസ്സിനെ കൈകാര്യം ചെയ്യുക എന്നത് വേദാന്തത്തിന്റെ കേന്ദ്ര വിഷയമാണ്. ഇന്ന് നമ്മൾ മനസ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആധുനിക ശാസ്ത്രം മനസ്സിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നോക്കാം. നമുക്കറിയാം, മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് സൈക്കോളജി. അതുപോലെ നമ്മുടെ തലച്ചോറിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ന്യൂറോ സയൻസ്. ആധുനിക മനഃശാസ്ത്രവും ന്യൂറോ സയൻസും മനസ്സിനെ വ്യാപകമായി പഠിച്ചിട്ടുണ്ട്. മനഃശാസ്ത്രം മനസ്സിന്റെ ചിന്തകൾ, വികാരങ്ങൾ, പെരുമാറ്റം, വ്യക്തിത്വം, അറിവ് എന്നിവയെ അടിസ്ഥാനമായി വിശദീകരിക്കുന്നു. ന്യൂറോ സയൻസ് തലച്ചോറിനെ കുറിച്ച് പഠിച്ച് നാഡികൾ, ന്യൂറോൺസ് അഥവാ ബ്രെയിൻ സെൽസ്, രാസപദാർത്ഥങ്ങൾ, വൈദ്യുത സിഗ്നലുകൾ നമ്മുടെ ചിന്തയെയും വികാരങ്ങളെയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും കണ്ടെത്താൻ ശ്രമിക്കുന്നു. മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തൽ, മറവി, തീരുമാനങ്ങൾ എടുക്കൽ, മനസ്സിനെ സുഖപ്പെടുത്തൽ എന്നീ മേഖലകളിൽ ഇവ രണ്ടും വലിയ പുരോഗതി നേടിയിട്ടുണ്ട്. എന്നാൽ മനസ്സ് എന്താണ് എന്ന കാര്യത്തിൽ ഇന്നും പൂർണ്ണമായ വ്യക്തത ആധുനിക ശാസ്ത്രത്തിന് ലഭിച്ചിട്ടില്ല. ശാസ്ത്രജ്ഞർ തലച്ചോറിന്റെ പ്രവർത്തനത്തെ എല്ലാം മനസ്സിലാക്കുമ്പോഴും നമ്മുടെ അനുഭവത്തിന്റെ ആന്തരിക സ്വഭാവം, അതായത് പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെ വരുന്നു എന്ന് വിശദീകരിക്കാൻ കഴിയാതെ വിഷമിക്കുന്നു. ഇതിനെയാണ് ഹാർഡ് പ്രോബ്ലംസ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് ഈ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് ഹാർഡ് പ്രോബ്ലംസ് ഓഫ് കോൺഷ്യസ്നസ്. എന്താണ് ഹാർഡ് പ്രോബ്ലംസ് ഓഫ് കോൺഷ്യസ്നസ്? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു പൂവ് കാണുന്നു എന്ന് സങ്കല്പിക്കുക. പൂവ് കാണുന്നത് മുതൽ നിങ്ങളുടെ തലച്ചോറിൽ അതിന്റെ സിഗ്നൽ എത്തുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ശാസ്ത്രം വിശദീകരിക്കുന്നു. എന്നാൽ എങ്ങനെയാണ് നമുക്ക് ഒരു പേഴ്സണൽ അനുഭവം, അതായത് ഒരു ചുവന്ന പൂവ് കാണുമ്പോൾ അത് ചുവപ്പാണെന്നും അത് ഭംഗിയുള്ളതാണെന്നും അത് നല്ലതാണെന്നും എന്നുള്ള അനുഭവങ്ങൾ എങ്ങനെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നു എന്ന് ശാസ്ത്രത്തിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഗ്യാപ്പിനെയാണ് ഹാർഡ് പ്രോബ്ലംസ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ശാസ്ത്രനാമത്തിൽ പേഴ്സണൽ എക്സ്പീരിയൻസിനെ ക്വാളിയ എന്ന് വിളിക്കുന്നു. ഈ ക്വാളിയയെ കുറിച്ച് വിശദീകരിക്കാൻ ആധുനിക ശാസ്ത്രത്തിന് കഴിയുന്നില്ല. ഇനി നമുക്ക് വേദാന്തം എങ്ങനെയാണ് മനസ്സിനെ നോക്കിക്കാണുന്നത് എന്ന് നോക്കാം. വേദാന്തം മനസ്സിനെ അന്ധക്കരണം എന്നാണ് വിളിക്കുന്നത്. അന്ധ എന്ന വാക്കിന് അകത്ത് എന്നാണ് അർത്ഥം. കരണം എന്ന വാക്കിന് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഉപകരണം എന്നാണ് അർത്ഥം. അപ്പോൾ അകത്തുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഉപകരണമായിട്ടാണ് വേദാന്തം ഇതിനെ കാണുന്നത്. ബാഹ്യകരണം, അതായത് പുറത്തുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഉപകരണങ്ങളാണ് നമ്മുടെ കണ്ണ്, ചെവി മുതലായവ. അതുപോലെ ചിന്തകൾ, വികാരങ്ങൾ, അറിവ് എന്നിവ അനുഭവിക്കാൻ അകത്തുള്ള ഒരു ഉപകരണമായിട്ടാണ് വേദാന്തം മനസ്സിനെ വ്യാഖ്യാനിക്കുന്നത്. പ്രിയമുള്ളവരെ, വേദാന്തത്തിന്റെ മനസ്സിന്റെ പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കൂ.
ഉപകരണം എന്നാണ് വേദാന്തം പറയുന്നത്. അതിനർത്ഥം ഇത് ഉപയോഗിക്കുന്ന ഒരാളുണ്ട് എന്നാണ്. മാത്രവുമല്ല, ഏത് ഉപകരണമായാലും അത് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടത് നമ്മുടെ വിജയത്തിന് അത്യാവശ്യമാണെന്ന് വേദാന്തം ചൂണ്ടിക്കാണിക്കുന്നു. മനസ്സ് എന്നതിനെ വേദാന്തം സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് വേദാന്ത വിശദീകരണവും ആധുനിക ശാസ്ത്രത്തിന്റെ വിശദീകരണവും തമ്മിലുള്ള സാമ്യത നോക്കാം. ആധുനിക ലോകത്തിൽ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും ആങ്സൈറ്റി, ഡിപ്രഷൻ, പേടികൾ എന്നിവ സുഖപ്പെടുത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അതായത് CBT എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വേദാന്തം മനസ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നത്തെ ആധുനിക CBTയും പറയുന്നത്. അതായത് വേദാന്തം പറയുന്നത് നിങ്ങളുടെ ദുഃഖത്തിന് കാരണം സാഹചര്യങ്ങളല്ല, മറിച്ച് ഈ സാഹചര്യങ്ങളെ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സ് വ്യാഖ്യാനിക്കുന്നത് എന്നതാണ് ദുഃഖത്തിന്റെ യഥാർത്ഥ കാരണം. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു പരീക്ഷയിൽ തോറ്റു എന്ന് വിചാരിക്കുക. ഈ സാഹചര്യത്തെ മനസ്സ് വ്യാഖ്യാനിക്കുന്നത് അയ്യോ ഞാൻ തോറ്റുപോയി, ഞാൻ പരാജിതനാണ്, ഇനി ഒരിക്കലും ജീവിതത്തിൽ എനിക്ക് ജയിക്കാൻ കഴിയില്ല, ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, മറ്റുള്ളവർ എന്നെ പരിഹസിക്കും. ഇതുപോലെയുള്ള വ്യാഖ്യാനങ്ങൾ നിങ്ങളുടെ മനസ്സ് നൽകുകയാണെങ്കിൽ നിങ്ങളുടെ ദുഃഖം വർദ്ധിക്കുന്നത് കാണാം. എന്നാൽ ഇതേ മനസ്സ് ഈ സാഹചര്യത്തെ ശരിയാണ്, ഞാൻ പരാജയപ്പെട്ടു, ഞാൻ മാത്രമല്ല ലോകത്ത് പല മഹാന്മാരും പരാജയപ്പെട്ടിട്ടുണ്ട്, അടുത്ത തവണ ഞാൻ തീർച്ചയായും വിജയിക്കും, എന്റെ പരാജയത്തിൽ നിന്ന് ഞാൻ പാഠങ്ങൾ ഉൾക്കൊണ്ട് വേണ്ട മാറ്റങ്ങൾ വരുത്തും എന്നിങ്ങനെ വ്യാഖ്യാനിച്ചാൽ നിങ്ങളുടെ ദുഃഖം കുറയുകയും നിങ്ങൾക്ക് പ്രതീക്ഷകൾ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, സാഹചര്യമല്ല മറിച്ച് മനസ്സിന്റെ വ്യാഖ്യാനം എത്ര പ്രധാനപ്പെട്ടതാണ്. ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി നമ്മുടെ ചിന്തകളെ ശരിയാക്കുന്നു. എന്നാൽ വേദാന്തം അതിനേക്കാൾ ആഴത്തിൽ പോയി നാം ചിന്തകളല്ല മറിച്ച് ഈ ചിന്തകൾ പ്രത്യക്ഷപ്പെടുന്ന അവബോധം, കോൺഷ്യസ്നസ് ആണ്, ലിമിറ്റ്ലെസ് കോൺഷ്യസ്നസ് ആണ് എന്ന് പറയുന്നു. ഒരു പ്രമുഖ വേദ ആചാര്യൻ പൂജ്യസ്വാമി ദയാനന്ദ പറഞ്ഞത്, ഇൻ സൈക്കോളജി there are no solutions but in Vedanta there are no problems എന്നാണ്. ഇനി നമുക്ക് വേദാന്തം എങ്ങനെയാണ് മനസ്സിനെ വിഭജിച്ച് മനസ്സിലാക്കുന്നത് എന്ന് നോക്കാം. വേദാന്തം മനസ്സിനെ 4 പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി വിഭജിച്ചിരിക്കുന്നു. അതാണ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ആദ്യത്തേത് മനസ്സ് എന്നുള്ളത് നമ്മളുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ ഇൻഫർമേഷനും ആദ്യം എത്തുന്നത് നമ്മുടെ മനസ്സിലാണ്. അടുത്തത് ബുദ്ധി. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ബുദ്ധി. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതും കാര്യങ്ങളെ വേർതിരിച്ചറിയുന്നതിനും സഹായിക്കുന്നതാണ് ബുദ്ധി. അടുത്തത് അഹങ്കാരം. ഞാൻ എന്ന ചിന്ത, ഐ തോട്ട് എന്നാണ് പറയുന്നത്. ഇവിടെ തെറ്റിദ്ധരിക്കരുത്, അഹങ്കാരം എന്നാൽ അഹന്തയോ അഹംഭാവമോ അല്ല അർത്ഥം, മറിച്ച് ഞാൻ എന്ന ചിന്ത നമ്മളിൽ വന്നുകൊണ്ടിരിക്കും. ആ ഞാൻ ചിന്തയെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അവസാനമായി ചിത്തം, നമ്മുടെ മെമ്മറി സ്റ്റോറേജ് അല്ലെങ്കിൽ നമ്മുടെ വാസനകളും സംസ്കാരങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇതിന്റെ വലതുഭാഗത്ത് ചുവപ്പ് പച്ച കളർ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ചുവപ്പ് കളർ കൊടുത്തത് ശ്രദ്ധിക്കണം, നമുക്ക് വളരെയധികം അപകടകരമായ മനസ്സിന്റെ ഭാഗങ്ങളാണ്. എന്നാൽ പച്ച കൊടുത്തിരിക്കുന്ന സ്ഥലം, അതായത് ബുദ്ധി, നമ്മൾക്ക് വളരെ അനുകൂലമായ മനസ്സിന്റെ ഘടകങ്ങളാണ്. ഇനി നമുക്ക് ഇതിനെ ഓരോന്നിനെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ആദ്യത്തേത് മനസ്സിന്റെ ഏറ്റവും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളതും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് മനസ്സ്. വലിയ ഒരു കമ്പനിയുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ നിങ്ങളൊന്ന് സങ്കല്പിക്കൂ. അവരുടെ മുമ്പിലുള്ള 5 ഫോണുകൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളായി സങ്കല്പിക്കൂ. ഇതിലൂടെ എപ്പോഴും എന്തെങ്കിലും വന്നുകൊണ്ടിരിക്കും. ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിന് പുറത്തുനിന്ന് കോളുകൾ വരും പോലെ നമ്മുടെ മനസ്സ് എന്ന ഭാഗത്തിന് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. വേദാന്തത്തിന്റെ ഡെഫിനിഷൻ മനസ്സിനെ കുറിച്ചിട്ടുള്ളത് സങ്കല്പ, വികല്പ, ആത്മിക, മനഃ എന്നാണ്. ഒരു പഠനം പറയുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ ഒരു ദിവസം ഏകദേശം 6000 മുതൽ 70,000 വരെ ചിന്തകൾ കടന്നു പോകുന്നു എന്നാണ്. ഇത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ മനസ്സിലൂടെ അനേകം ചിന്തകൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻസ് വരുന്നു, ചിന്തകൾ വരുന്നു. ഇതോടൊപ്പം നമ്മുടെ വികാരങ്ങളെയും പ്രോസസ് ചെയ്യുന്നത് നമ്മുടെ മനസ്സ് എന്ന ഭാഗമാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങൾ ഉണർത്തുന്നത് മനസ്സിന്റെ ഈ ഭാഗമാണ്. ഞാൻ ഇത് ചെയ്യണോ, ഞാൻ ഇത് ചെയ്യണ്ടേ, ഞാൻ ഇന്ന് ചായ കുടിക്കണോ, ഞാൻ ഇന്ന് കാപ്പി കുടിക്കണോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്നു. പെട്ടെന്നുള്ള റിയാക്ഷൻ അതും ഈ മനസ്സിന്റെ ഭാഗമാണ് ചെയ്യുന്നത്. ഒരു കാര്യത്തിൽ നമ്മൾ പെട്ടെന്ന് റിയാക്ട്
ചെയ്യാറുണ്ട്. നമ്മൾ ബുദ്ധി ഉപയോഗിക്കാറില്ല, മറിച്ച് വികാരത്തിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നതും മനസ്സിന്റെ ഭാഗമാണ്. അടുത്തത് പ്രധാനപ്പെട്ട ഒന്ന് കമ്പാരിസൺ. നമ്മൾക്കറിയാം, നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തി നമ്മൾ കൂടുതലോ കുറവോ എന്ന് നോക്കാറുണ്ട്. ഇതും മനസ്സിന്റെ സ്വഭാവമാണ്. ഇനി ഞാൻ വികാരങ്ങളെ കുറിച്ച് പറഞ്ഞു. എല്ലാ വികാരങ്ങൾ, ദേഷ്യം, അസൂയ, സന്തോഷം, സങ്കടം, ഫ്രസ്ട്രേഷൻ, എല്ലാ വികാരങ്ങളും പ്രോസസ് ചെയ്യുന്നത് മനസ്സിന്റെ ഈ ഭാഗമാണ്. നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത് മനസ്സിന്റെ ഈ ഭാഗമാണ്. കാരണം ധ്യാനം എന്നത് ഈ മനസ്സിന്റെ നേരെ വിപരീതമായ ഒരു പ്രവൃത്തിയാണ്. മനസ്സിന്റെ ഈ ഭാഗത്തെക്കുറിച്ച് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ചഞ്ചലം അസ്ഥിരം എന്നാണ്. അതായത് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതും ഒന്നിലും സ്ഥിരമായി നിൽക്കാത്തതും എന്നാണ്. ഈ മനസ്സിനെ കുറിച്ച് നമ്മൾ ഭാവിയിൽ ഒരു വ്യക്തമായ വീഡിയോ ചെയ്യുന്നതാണ്. ബാഹ്യ ലോകവുമായി ഏറ്റവും അധികം സമ്പർക്കം നമ്മുടെ അന്ധകരണത്തിന്റെ ഭാഗമാണ് മനസ്സ്. അടുത്തത് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തും വഴികാട്ടിയുമായ ബുദ്ധി, ദ ഡിസിഷൻ മേക്കർ. വേദാന്തത്തിന്റെ നിർവചനം നിശ്ചയാത്മിക ബുദ്ധി. നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കുന്നത് ബുദ്ധിയാണ്. നമ്മുടെ വിവേക ശക്തി, കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ള കഴിവ്, തെറ്റും ശരിയും വേർതിരിച്ചറിയാനുള്ള കഴിവ്, ധർമ്മം അധർമ്മം എന്നിവ വേർതിരിച്ചറിയാനുള്ള കഴിവ്, ഇതെല്ലാം ബുദ്ധിയുടെ ഭാഗമാണ്. ആത്മീയ യാത്രയ്ക്ക് ഏറ്റവും വലിയ സഹായിയാണ് ബുദ്ധി. നമ്മുടെ ജീവിതത്തിൽ ഡയറക്ഷൻ നൽകുന്നത് ബുദ്ധിയാണ്. കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ബുദ്ധി നമ്മളെ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രം, അതാണ് ഗായത്രി മന്ത്രം. എന്താണ് ഗായത്രി മന്ത്രത്തിൽ പറയുന്നത്? ദിയോ യോന പ്രചോദയ, എന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രചോദിതമായ ഒരു ബുദ്ധി നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു. അന്ധകരണത്തിന്റെ മൂന്നാമത്തെ ഭാഗം അഹങ്കാരം, ദ ഐ മേക്കർ. നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ, ഞാൻ എന്ന വാക്ക് ഉച്ചരിക്കാതെ ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ കഴിയില്ല. വേദാന്ത വ്യാഖ്യാനം ഇതിനെ പറയുന്നത് അഭിമാന ആത്മകം അഹങ്കാര എന്നാണ്. അഹം എന്ന വാക്കിന് ഞാൻ എന്നും കാരം എന്ന വാക്കിന് ഉണ്ടാക്കുന്നവൻ എന്നുമാണ് അർത്ഥം. അപ്പോൾ ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കുന്ന ഭാഗമാണ് അഹങ്കാരം. ഈ അഹങ്കാരം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് ദുരഭിമാനമുള്ള ഒരാളെ കുറിച്ചോ അഹന്ത നിറഞ്ഞൊരു വ്യക്തിയെ കുറിച്ചോ ചിന്തിക്കും. എന്നാൽ ഇവിടെ അഹങ്കാരം അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ അഹങ്കാരം എന്നാൽ ഞാൻ എന്ന ചിന്ത, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ മനസ്സിന്റെ എല്ലാ മേഖലകളിലും അഹങ്കാരം വ്യാപിച്ച് കിടക്കുന്നു. എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താണെങ്കിൽ നമ്മളുടെ യഥാർത്ഥ ഞാൻ, അതായത് സച്ചിദാനന്ദ ആത്മാവിനെ അഹങ്കാരം മറയ്ക്കുന്നു. അതാണ് അജ്ഞാനത്തിലേക്ക് വഴിതെളിക്കുന്നത്. ഈ അഹങ്കാരത്തെ ഇല്ലാതാക്കാനാണ് നമ്മുടെ സാധനങ്ങളിൽ ഭൂരിഭാഗവും 4 യോഗകളിലൂടെയും പല സാധനങ്ങളിലൂടെയും അഹങ്കാരത്തിന്റെ ശക്തി കുറയ്ക്കാനാണ് വേദാന്തം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അഹങ്കാരം വേദാന്തം നൽകിയത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. കാരണം വ്യാവഹാരിക ലോകത്തിൽ നമുക്ക് ഇടപെടണമെങ്കിൽ അഹങ്കാരം കൂടിയേ കഴിയൂ. അഹങ്കാരത്തിന്റെ ഒപ്പം വരുന്നതാണ് മമാകാരം, എന്റെ, എനിക്ക്, എനിക്കുള്ളതെല്ലാം. ഇതെല്ലാം അഹങ്കാരത്തിന്റെ പലവിധ വിഭാഗങ്ങളാണ്. അഹങ്കാരത്തിന്റെ പ്രധാനപ്പെട്ട വസ്തുതകൾ ഇവയാണ്. നമ്മളുടെ ഐഡന്റിറ്റി ഫോം ചെയ്യാൻ സഹായിക്കുന്നു. അഹങ്കാരം എന്തിന്റെയും ഓണർഷിപ്പ്, ഞാൻ അത് ചെയ്തു, ഞാൻ അത് അനുഭവിച്ചു, എൻജോയർഷിപ്പ്, കർത്തൃത്വം, ഭോക്തൃത്വം എന്ന് വേദാന്തയിൽ പറയുന്നു. നമ്മളുടെ സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് അഹങ്കാരമാണ്. നമ്മുടെ ഇൻഡിവിജ്വൽ ബൗണ്ടറി, ഞാൻ ഇതാണ്, ഇത് എന്റേതല്ല, ഇതെല്ലാ ചിന്തകളും വരുന്നത് അഹങ്കാരത്തിലാണ്. ഇനി നമുക്ക് അന്ധകരണത്തിന്റെ അവസാന ഭാഗം ചിത്തം എന്താണെന്ന് നോക്കാം. ചിത്തം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോർ ഹൗസ് ആണ്. വേദാന്തം നൽകുന്ന വ്യാഖ്യാനം സ്മരണാത്മകം ചിത്തം എന്നാണ്. അതായത് നമ്മുടെ പൂർവജന്മ വാസനകളും പൂർവജന്മ സംസ്കാരങ്ങളുടെയും സ്റ്റോറേജ് ആണ് ചിത്തം. നമ്മളുടെ ഓർമ്മകൾ, മുൻകാല അനുഭവങ്ങൾ, ഇതെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഓരോ അനുഭവവും നമ്മുടെ ചിത്തത്തിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ ആ അനുഭവത്തെ ഓർമ്മിക്കുന്നു. ചിത്തം മനസ്സിലേക്ക് വസ്തുതകളെ എത്തിക്കുന്നു. ഈ ചിത്തം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതിനെ ആശ്രയിച്ചാണ് നമ്മളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മളുടെ പെരുമാറ്റങ്ങളും, ഇതെല്ലാം സംസ്കാരവും വാസനകളും സ്വാധീനിക്കുന്നുണ്ട്. ഈ സംസ്കാരത്തിന്റെയും വാസനകളുടെയും ഉറവിടം ചിത്തത്തിലാണ് ഉള്ളത്. ഏതൊരു സാഹചര്യത്തിലും നമ്മളുടെ ചിത്തം അതിനോട് ആസ്പദമായ മുൻകാല അനുഭവങ്ങളെ നമ്മൾക്ക് കൊണ്ടുവരുന്നു. നമ്മൾ അടുത്ത ഒരു ഉദാഹരണത്തിലോടുകൂടി ഈ ഒരു അനുഭവം എങ്ങനെ നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നു എന്ന് വേദാന്തം വിശദീകരിക്കുന്നത് മനസ്സിലാക്കാം. The 7 stages of experience. പ്രിയമുള്ളവരെ, വേദാന്തം 7 ഘട്ടങ്ങളായി ഒരു അനുഭവം എങ്ങനെ സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കുന്നു. സത്യത്തിൽ വേദാന്തത്തിന്റെ ഭാഷയിൽ ഇതിന് 2 സ്റ്റെപ്പേ ഉള്ളൂ.
ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. അതിനെയാണ് വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് പോകുന്നത് എന്ന്. ആദ്യം നിങ്ങൾക്കറിയാം, നമ്മൾക്ക് പുറത്ത് ഒരു ലോകമുണ്ട്, വസ്തുക്കളും ലോകവും ചേർന്നത്. ലോകത്തിൽ നിന്നുള്ള വസ്തുക്കൾ ആദ്യം നമ്മുടെ സെൻസ് ഓർഗൻസ്, അതായത് ഇന്ദ്രിയങ്ങൾ വഴി നമ്മൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇന്ദ്രിയങ്ങൾ അത് നമ്മളുടെ മനസ്സിന്, നമ്മൾ ആദ്യം കണ്ട അന്ധകരണത്തിന്റെ ആദ്യ ഭാഗം മനസ്സിന് നൽകുന്നു. ഉടനെ തന്നെ ചിത്തം ആ മനസ്സിന് ആസ്പദമായ, ആ സംഭവത്തിന് ആസ്പദമായ പൂർവകാല അനുഭവങ്ങളെ കൊണ്ടുവരുന്നു. ഇനി അഹങ്കാരം ഇവിടെ വന്ന് അതിന്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ അതിന്റെ എൻജോയർഷിപ്പ്, ഞാൻ എന്ന അഹങ്കാരം ഇവിടെ വരുന്നു. അവസാനമായി ബുദ്ധി ഇതിനെയെല്ലാം അനലൈസ് ചെയ്ത് തീരുമാനത്തിലെത്തുന്നു. ഇനി ഈ 6 ഘട്ടങ്ങളെയും പ്രകാശിപ്പിക്കുന്നതാണ് ഞാൻ എന്ന യാഥാർത്ഥ്യം, അതായത് നമ്മുടെ കോൺഷ്യസ്നസ്. ഇതാണ് ഒരു അനുഭവത്തിന്റെ 7 തലങ്ങൾ. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഇത് വ്യക്തമായി മനസ്സിലാക്കാം. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഒരു പുഷ്പം, ഒരു റോസാ പുഷ്പം കാണുന്നു. ഇത് ഒബ്ജക്ട്സ് ആണ്. ഈ ഒബ്ജക്റ്റിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് കാണുന്നത്? നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നു. അപ്പോൾ നിങ്ങളുടെ കണ്ണ് ഇതിന്റെ കളറ്, ഷേപ്പ്, ഈ ഒബ്ജക്റ്റ് ഇതെല്ലാം മനസ്സിലാക്കുന്നു. അത് ഉടനെ തന്നെ മനസ്സിലെത്തുന്നു. മനസ്സ് അതിനെ ചുവപ്പ്, സോഫ്റ്റ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ഈ റോസാ പുഷ്പത്തെ കുറിച്ചുള്ള വിവരം ഓൾറെഡി നിങ്ങളുടെ ചിത്തത്തിലുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് തവണ മറ്റുള്ളവർ പറഞ്ഞു കേട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ചിത്തം ഉടനെ തന്നെ ഇതൊരു റോസാ പുഷ്പമാണ് എന്നുള്ള വിവരം മനസ്സിന് കൈമാറുന്നു. കാരണം ഞാൻ ഇത് മുന്നേ കണ്ടിട്ടുണ്ട്, അതിൽ മുള്ളുകളുണ്ട്, അങ്ങനെയുള്ള വിവരങ്ങൾ നമ്മുടെ മനസ്സിന് കൈമാറുന്നു. ഉടനെ തന്നെ നമ്മുടെ അഹങ്കാരം അടുത്ത ലെവലിൽ എന്ത് ചെയ്യുന്നു? ഐ സീ ദിസ്, ഞാൻ ഇത് കാണുന്നു എന്ന ഭാവത്തിൽ എത്തുന്നു, അതിന്റെ ഓണർഷിപ്പ് എടുക്കുന്നു. നമ്മുടെ അഹങ്കാരം പറയും, ഐ വാണ്ട് ടു ടേക്ക് എ ഫോട്ടോ, എനിക്ക് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കണമല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇതിനെ പ്രൊഫൈൽ പിക്ചർ ആക്കണമല്ലോ. ഇതെല്ലാം അഹങ്കാരം ഇവിടെ സംഭവിക്കുന്നതാണ്. അവസാനം നമ്മളുടെ ബുദ്ധി ഈ റോസാ പുഷ്പത്തിനെ അത് അനലൈസ് ചെയ്യുന്നു. ഈ പുഷ്പം ഫ്രഷ് ആണോ അതോ പഴയതാണോ, ഇത് പ്ലാസ്റ്റിക് ആണോ ഒറിജിനൽ ആണോ, ഇത് ആർക്കെങ്കിലും കൊടുത്താൽ കൊള്ളാം, ഇതെല്ലാം പറയുന്നു. ഈ 6 ഘട്ടങ്ങൾ ചേർന്നതാണ് വേദാന്തയുടെ വൃത്തി വ്യാപ്തി. എന്നാൽ ഈ 6 ഘട്ടങ്ങളെയും പ്രകാശിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ കോൺഷ്യസ്നസ്, ഞാൻ എന്ന ചൈതന്യം ഇതിനെ പ്രകാശിപ്പിക്കുന്നു. അതാണ് ഫലവ്യാപ്തി. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിന്റെ, ഒരു മില്ലി സെക്കൻഡിന്റെ ഇടയിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ പെട്ടെന്ന് യാഥാർത്ഥ്യമായി തോന്നും. എന്നാൽ സത്യത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. ലോകത്തിനെ നേരിട്ടിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഇതാണ് വേദാന്തം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തതായി നമ്മൾ എന്തുകൊണ്ടാണ് മനസ്സിൽ സംഘർഷങ്ങൾ വരുന്നത് എന്ന് നോക്കാം. മാനസിക സംഘർഷത്തിന്റെ പ്രധാന കാരണം നമ്മുടെ മനസ്സും ബുദ്ധിയും തമ്മിലുള്ള സംഘർഷമാണ്. ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്? എല്ലാ സാഹചര്യങ്ങളിലും ഇവ രണ്ടും തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സും ബുദ്ധിയും നമ്മുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നു. മനസ്സ് എന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഇമോഷണൽ ആണ്, വികാരങ്ങൾ നിറഞ്ഞതാണ്. അതിന്റെ തീരുമാനം എപ്പോഴും ഇഷ്ടം, അനിഷ്ടം അല്ലെങ്കിൽ ഭയം, സുഖം എന്നിവയെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. എന്നാൽ ബുദ്ധി വിവേകത്തോടെ തീരുമാനമെടുക്കുന്നു. ധർമ്മം, അധർമ്മം, ശരിയേത്, തെറ്റേത്, ദീർഘകാലത്തിന് എന്താണ് ഗുണം, ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ബുദ്ധി തീരുമാനമെടുക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനസ്സെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും നമുക്ക് ദുഃഖം മാത്രം സൃഷ്ടിക്കുന്നു. എന്നാൽ ബുദ്ധി പ്രകാരം എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്നു. പക്ഷെ നമ്മളിൽ പലരും നമ്മൾ എടുക്കുന്ന തീരുമാനം മാനസികപരമായിട്ടാണോ ബുദ്ധിപരമായിട്ടാണോ എന്ന് വേർതിരിച്ചറിയുന്നില്ല. ഒരു കാര്യം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മനസ്സാണ് എടുക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണകരമാവില്ല. എന്നാൽ ഒരല്പം ചിന്തിച്ചിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് ബുദ്ധിയുടെ പ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ മനസ്സും ബുദ്ധിയും ഒരേപോലെ തീരുമാനങ്ങൾ എടുക്കാനും നമ്മളെ നയിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മനസ്സ് നമ്മുടെ ജീവിതത്തെ നയിക്കുമ്പോൾ ജീവിതം ദുഃഖപൂർണമാവുന്നു. എന്നാൽ മറിച്ച് ബുദ്ധി നമ്മുടെ ജീവിതത്തെ നയിച്ചാൽ ജീവിതം സമാധാനപരവും സന്തോഷവുമാകുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് ഒന്നുകൂടി ആവർത്തിക്കാൻ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ സാഹചര്യങ്ങളല്ല ദുഃഖം സൃഷ്ടിക്കുന്നത്, മറിച്ച് മനസ്സിന്റെ വ്യാഖ്യാനമാണ് ദുഃഖങ്ങൾക്ക് കാരണം. അതിനാൽ പ്രശ്നം പുറത്തല്ല, അകത്താണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുകയാണ്. വേദാന്തം പറയുന്നത് മനസ്സ് ഒരു ഉപകരണമാണ്. ഒരു ഉപകരണം ശരിയായി ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. മനസ്സ് എന്നത് ഒരു വസ്തുവാണ്. ഞാൻ മനസ്സിനെ അറിയുന്ന ലിമിറ്റ്ലെസ് കോൺഷ്യസ്നസ് ആണ്. മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനെ അറിയുന്ന ഞാൻ
ഒരിക്കലും മാറുന്നില്ല. ഞാൻ നിത്യ ചൈതന്യമാണ്. വേദാന്തം മനസ്സിനെ ശരിയായി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. മനസ്സ് വ്യക്തമായാൽ മനോനിയന്ത്രണം എളുപ്പമാവും. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മനസ്സ് തന്നെ നമ്മുടെ മോക്ഷത്തിന് എത്തിക്കാനുള്ള വഴികാട്ടിയായി മാറുന്നു. ഞാൻ എന്നത് സച്ചിദാനന്ദ ആത്മാവാണ് എന്ന് ഈ മനസ്സ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നു. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മാന്യ അംഗങ്ങൾക്ക് ആഴത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന്റെ അടുത്ത ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.